Hello, good morning, children. Morning, ma'am. Okay. Good morning, ma'am. Okay. So we were studying about the types of foundations. അതിനകത്ത് അപ് ടു കമ്പൈൻ ഫുട്ടിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ് ടു കമ്പൈൻ ഫുട്ടിങ്. സോ കമ്പൈൻ ഫുട്ടിങ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. കമ്പൈൻ ഫുട്ടിങ് യൂസ് ചെയ്യുന്നത് വെൻ ദ കോളംസ് ആർ വെരി നിയർ സോ ദാറ്റ് ദ ഫുട്ടിങ്സ് മേ ഓവർലാപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ഓർ ഇഫ് ദ ബെയറിംഗ് കപ്പാസിറ്റി ഈസ് വെരി ലോ ആൻഡ് ഇഫ് ദ എൻഡ് കോളം ഈസ് നിയർ ടു എ പ്രോപ്പർട്ടി ലൈൻ അപ്പുറം നമുക്ക് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അപ്പൊ അതുകൊണ്ട് വി ഗോ ഫോർ ദിസ് കമ്പൈൻ ഫുട്ടിങ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രാപ്പ് ഫുട്ടിങ്. സ്ട്രാപ്പ് ഫുട്ടിങ് എന്ന് പറയുന്നത് സ്ട്രാപ്പ് ഫുട്ടിങ്.
കറണ്ട് പോയതായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? Yes, ma'am. ma'am. ഓക്കെ. സോ സ്ട്രാപ്പ് ഫുട്ടിങ്സ്. മാം മാർട്ടിൻ കയറാൻ വെയിറ്റ് ചെയ്യുന്നു മാം. ഏത് കേറിയല്ല ഇപ്പോ? ഓക്കെ മാം. 47 അല്ലേ? യെസ് മാം. ആ, കേറിയെന്ന് തോന്നുന്നു. നോക്കണോ? കേറി മാം, കേറി. ശരി. ഓക്കെ, സ്ട്രാപ്പ് ഫുട്ടിംഗ് എന്ന് പറയുന്നത് if the independent footings are connected by a strap beam or a cantilever beam. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ട്രാപ്പ് ബീം. ഇത് കണ്ട ഇങ്ങനെ ഒരു ബീം. ഈ രണ്ട് ഫുട്ടിംഗ്, ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ഫുട്ടിംഗ്, ഇവിടെ ഒരു ഫുട്ടിംഗ്, ആൻഡ് ദീസ് ടു ഫുട്ടിങ്സ് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് എ സ്ട്രാപ്പ് ബീം. അതിന്റെ പ്ലാൻ ആണ് താഴെ കൊടുത്തേക്കുന്നത്. സോ ദിസ് ഇസ് എ ബീം. കണ്ടല്ലോ? സോ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രാപ്പ് ഫുട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഇത് ഏത് ഒക്കേഷനിലാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോളംസ് ഈസ് സോ ഗ്രേറ്റ് ദാറ്റ് എ കമ്പൈൻഡ് ഫുട്ടിംഗ് ബിക്കംസ് ക്വൈറ്റ് നാരോ. എന്നുവെച്ചാൽ കമ്പൈൻഡ് ഫുട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇത് പ്രോപ്പർ ആയിട്ടുള്ള വിഡ്ത്ത് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ നമ്മൾ വിഡ്ത്തും ലെങ്തും ഡെപ്തും ഒക്കെ ഡിസൈൻ ചെയ്യുമല്ലോ. സോ അപ്പൊ ഒത്തിരി നാരോ ആയി പോവും. അതുകൊണ്ട് അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇത് കൊടുക്കാറുണ്ട്, സ്ട്രാപ്പിംഗ്. ദെൻ അടുത്ത്, ഇൻ ദാറ്റ് കേസ് ഈച്ച് കോളം ഈസ് പ്രൊവൈഡഡ് വിത്ത് ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഫുട്ടിങ്സ് ആൻഡ് എ ബീം ഈസ് യൂസ് ടു കണക്ട് ദ ടു ഫുട്ടിങ്സ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഒരു കോളത്തിൽ നിന്നുള്ള ലോഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫേർഡ് ത്രൂ ദിസ് സ്ട്രാപ്പ് ബീം. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ സ്ട്രാപ്പ് ഫുട്ടിംഗ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സോ യൂസ്ഡ് വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കോളംസ് ഈസ് സോ ലാർജ് സോ ദാറ്റ് കമ്പൈൻഡ് ഫുട്ടിംഗ് ബിക്കംസ് ക്വയറ്റ് നാരോ. കമ്പൈൻഡ് ഫുട്ടിംഗ് കൊടുക്കാൻ നമുക്ക് പറ്റാത്തൊരു കണ്ടീഷനിൽ നമുക്ക് സ്ട്രാപ്പ് ഫുട്ടിംഗ് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ. നമ്മൾ നേരത്തെ ആ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഫ്ലോ ചാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പ്രെഡ് ഫുട്ടിംഗ്, കമ്പൈൻഡ് ഫുട്ടിംഗ്, സ്ട്രാപ്പ് ഫുട്ടിംഗ്, മാറ്റ് ഫൗണ്ടേഷൻ. അതിൽ സ്പ്രെഡ് ഫുട്ടിങ്ങിലുള്ള കുറെ കേസസ് നമ്മൾ പഠിച്ചു. അത് വാളും കോളവും ഒക്കെ ഞാൻ വരച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ കമ്പൈൻഡ് ഫുട്ടിംഗ്, എവിടെയൊക്കെയാണ് നമ്മൾ കമ്പൈൻഡ് ഫുട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പിലാണ് കമ്പൈൻഡ് ഫുട്ടിംഗ് ഉള്ളത്. ഓക്കെ, അടുത്തത് സ്ട്രാപ്പ് ഫുട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രാപ്പ് ബീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ ദ ടു ഫുട്ടിങ്സ്, ഒരു കണക്ഷൻ ബീം. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ. അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ഫുട്ടിംഗ് ദാറ്റ് കവേഴ്സ് ദ എൻറ്റയർ ഏരിയ ബിനീത്ത് എ സ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട്സ് ഓൾ ദ കോളംസ് ആൻഡ് വാൾസ്. ഇതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അതിന്റെ എലിവേഷനിൽ കുറെ കോളംസ് ആർ ദെയർ. ഇതിപ്പോ ഒരു റോയിൽ മാത്രമാണ്, ബാക്കിലൊക്കെ ഒരുപാട് കോളംസ് ഉണ്ട്. സോ ഇതിന്റെ പ്ലാൻ, ആ പ്ലാൻ കാണുന്നത് ഇത് കണ്ട്, ഇത് കണ്ടിന്യൂഷൻ വരുന്ന ലൈൻസ് ആണ്. അപ്പൊ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിറച്ചുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും 4 സൈഡിലും ഉണ്ട്. സോ ഇവിടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് 6 കോളം കാണിച്ചിട്ടുണ്ട്. എന്താ, അപ്പൊ ഇതിനെല്ലാത്തിനെയും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ ഒറ്റ ഒരു സ്ലാബായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അങ്ങനെ കെട്ടുവാണെങ്കിൽ, ഓക്കെ, വിച്ച് സപ്പോർട്ട്സ് ഓൾ ദ കോളംസ് ആൻഡ് വാൾസ്. എല്ലാ കോളമിനെയും എല്ലാ വാൾസിനെയും എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു അടിയിലൊരു ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയും. ഓക്കെ, സോ അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ സിംഗിൾ കണ്ടിന്യൂസ് RCC സ്ലാബ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം മാത്രമല്ല, രണ്ടെണ്ണം അല്ല, രണ്ടിൽ കൂടുതൽ എണ്ണത്തിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് കണ്ടിന്യൂസ് ബീം എന്ന് പറയും. സോ കണ്ടിന്യൂസ് RCC സ്ലാബ് കവറിങ് ദ എൻറ്റയർ ഏരിയ. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ അടിയിൽ മൊത്തമായിട്ട് നമ്മൾ ഒരു ഫൗണ്ടേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്?
ഓക്കെ, അപ്പോൾ ഇത് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എന്ന് പറയും. ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എന്ന് പറയുമ്പം ചിലപ്പോൾ ലൂസ് പോക്കറ്റ്സ് ഉണ്ടാവും ചില സ്ഥലത്ത് മാത്രം. ഇപ്പം മൊത്തം ഏരിയ എടുക്കുകയാണെങ്കിൽ ചില സ്ഥലത്ത് മാത്രം ഇങ്ങനെ ലൂസ് ഗ്രാനുലാർ സോയിൽ അല്ലെങ്കിൽ ക്യാവിറ്റീസ് ഒക്കെ ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ബെയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ ഗ്രാനുലർ സോയിൽസ് ആണെങ്കിൽ അത് സെറ്റിൽ ചെയ്യും. ഇനി ഒരു സൈഡിലാണെങ്കിൽ അത് സെറ്റിൽമെന്റ് കുഴപ്പമില്ല, ഹാർഡ് സ്ട്രാറ്റ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കേസിൽ ഇവിടെ ഒരു ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ഉണ്ടാവും. സോ അങ്ങനെ ഉള്ള സ്ഥലത്താണ് നമ്മൾ കൂടുതലും ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് വേറെ ഒരു രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ വി ഗോ ഫോർ ദിസ് മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ. ഓക്കെ, അതുപോലെ ബെയറിംഗ് കപ്പാസിറ്റി കുറവായിരിക്കുമ്പോഴും, അതുപോലെ പിന്നെ വെൻ ലോഡ്സ് ആർ വെരി ഹൈ. സോ വെൻ ലോഡ്സ് ആർ വെരി ഹൈ, അങ്ങനെയുള്ള കേസിൽ നമ്മൾ മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ യൂസ് ഓഫ് സ്പ്രെഡ് ഫുട്ടിംഗ് വിൽ കവർ മോർ ദാൻ ഹാഫ് ദ എൻറ്റയർ ഏരിയ. അങ്ങനെയാണെങ്കിലാണ് ഈ സ്ലാബ് നമ്മൾ കൊടുക്കുന്നത്. ഈ സ്പ്രെഡ് ഫുട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ അത് മോർ ദാൻ ഹാഫ് ദ ഏരിയ വരുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഓരോന്നിനും കുഴിച്ചിങ്ങനെ സെപ്പറേറ്റ് കെട്ടുന്നതിന് പകരം നമ്മൾ ഒരു സ്ലാബായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പം നമ്മൾ നോക്കണം, ഒത്തിരി അങ്ങ് സ്പ്രെഡ് ഫുട്ടിങ് ഒത്തിരി അങ്ങ് കൂടി പോവുകയാണെങ്കിൽ നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇഫ് അത് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ഓഫ് ദ സോയിൽ കനോട്ട് ബി കൺട്രോൾഡ്, അത് ആ കേസിൽ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഇഫ് ദ ബെയറിംഗ് കപ്പാസിറ്റി ഇസ് വെരി ലോ, പിന്നെ ഇഫ് ദ ലോഡ്സ് ആർ വെരി ഹെവി. അപ്പം നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ആൻസർ ചോദിക്കാം, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് പിന്നെ മാറ്റ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും ഈ 4 പോയിന്റ്സ് എഴുതണം. ഓക്കെ, അടുത്തത് ഡീപ്പ് ഫൗണ്ടേഷൻ. നേരത്തെ നമ്മൾ പഠിച്ചു ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് മെയിൻ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ. അതിൽ ഷാലോ എന്ന് പറയുമ്പം ഇഫ് ദ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ ഈസ് ലെസ് ദാൻ ദ ബ്രെഡ്ത്ത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇറ്റ്സ് ബ്രെഡ്ത്ത്, അതിന്റെ വിഡ്ത്തിനേക്കാളും ചെറുതാണെങ്കിൽ ഡെപ്ത്, നമുക്ക് അത് ഷാലോ എന്ന് പറയാം. അതർവൈസ് ഇറ്റ് ഈസ് ഡീപ്പ്. അപ്പം ഡീപ്പ് ഫൗണ്ടേഷന് 3 ക്ലാസ്സസ് ആണുള്ളത്. ഒന്ന് പൈൽ ഫൗണ്ടേഷൻ, സെക്കൻഡ് വൺ പിയർ ഫൗണ്ടേഷൻ, തേർഡ് വൺ വെൽ ഫൗണ്ടേഷൻ. പൈൽ ഫൗണ്ടേഷൻ, പിയർ ഫൗണ്ടേഷൻ ആൻഡ് വെൽ ഫൗണ്ടേഷൻ. അതിൽ പൈൽ ഫൗണ്ടേഷൻ എന്താണെന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. Okay, pile foundation. Loads are taken to using these piles. Loads are taken to a lower level by means of these members. Vertical members ആണ് ഈ പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് വെർട്ടിക്കൽ മെമ്പേഴ്സിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ലോഡ്സ് വിൽ ബി ടേക്കൺ ടു എ വെരി ലോവർ ലെവൽ. ഇപ്പൊ ഹാർഡ് സ്ട്രാറ്റ എന്ന് പറയുന്നത്, ഇപ്പോ സോ പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പം നമുക്ക് ഇത് ഗ്രൗണ്ട് ലെവലാണ്. നമ്മളിവിടെ ഫൗണ്ടേഷൻ കൊടുക്കാൻ പോവാണ്. ഇവിടെ എല്ലാം ലൂസ് സോയിലാണ്. ഒത്തിരി ഡീപ്പായിട്ട് മാത്രമേ ഹാർഡ് സ്ട്രാറ്റ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പൈൽസ് ആർ ഡ്രിവൺ ഇൻ ടു ദ ഗ്രൗണ്ട് സോ ദാറ്റ് ദ ടോപ്പ് ലോഡ് വിൽ ബി ട്രാൻസ്ഫേർഡ്. ഇതാണ് പൈൽസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ലോഡ്സ് ആർ ടേക്കൺ ടു എ വെരി ലോവർ ലെവൽ ബൈ മീൻസ് ഓഫ് ദീസ് പൈൽസ്. ഇനി പൈൽസ് ആർ പ്രിഫേർഡ് വെൻ ദ ലോഡ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ ഈസ് ഹെവി. അപ്പൊ പൈൽ നേരത്തെ പറഞ്ഞ പോലെ മാറ്റ് ഫൗണ്ടേഷൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഏത് സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ഇത്രയും കണ്ടീഷൻസിലാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് വെൻ ലോഡ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ ഈസ് വെരി ഹെവി ആൻഡ് അൺഈവൻ. ചില ഒരു സ്ഥലത്ത് കൂടുതൽ വലിയ കോളവും അതിന്റെ മുകളിൽ വലിയ ലോഡൊക്കെ വരുന്നുണ്ട്. ഇനി വേറൊരു സ്ഥലത്ത് അങ്ങനെ അത്രയും ലോഡ് വരുന്നില്ല. അപ്പൊ അങ്ങനെ അൺഈവൻ ആയിട്ടാണ് നമ്മുടെ ലോഡ് ട്രാൻസ്ഫർ വരുന്നതെങ്കിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് പോകത്തില്ല. ചിലപ്പോൾ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ഉണ്ടാവാം നമ്മൾ നോർമൽ ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ. ലോഡ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ ഹെവി ആൻഡ് അൺഈവൻ ആണെങ്കിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യും. ടോപ്പ് സോയിൽ ഹാസ് പുവർ ബെയറിംഗ് കപ്പാസിറ്റി. ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് പവർ ഓഫ് ദ സോയിൽ, ആ സോയിലിന്റെ സപ്പോർട്ടിംഗ് പവർ എന്ന് പറയുന്നത് വളരെ കുറവാണെങ്കിൽ. പിന്നെ അടുത്ത സബ് സോയിൽ വാട്ടർ ലെവൽ ഈസ് ഹൈ.
അപ്പം വാട്ടർ ടേബിൾ എന്നാണ് പറയുന്നത് വാട്ടർ ലെവലിനെ. വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇങ്ങ് മുകളിലാണ് കിടക്കുന്നതെങ്കിൽ, ഹൈ എന്ന് പറഞ്ഞാൽ ഈ മുകളിലോട്ടാണ് വരുന്നതെങ്കിൽ, ഗ്രൗണ്ട് ലെവലിന് തൊട്ട് താഴെയാണ് വരുന്നതെങ്കിൽ നമുക്ക് നോർമൽ ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പൈൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് ദ സ്ട്രക്ചർ ഇസ് വെരി നിയർ ടു റിവർ ബെഡ് ഓർ സീ ഷോർ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് ഹൈ ലെവലിലാണ്, മുകളിലാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യും. ഇഫ് ഡീപ് ഡ്രെയിനേജ് ലൈൻസ് എക്സിസ്റ്റ് നിയർ ദ ഫൗണ്ടേഷൻസ്, അതുപോലെ ഫൗണ്ടേഷൻസിന് അടുത്തൂടെ തന്നെ ഈ ഡ്രെയിനേജ് ലൈൻസ് എല്ലാം പോവുകയാണെങ്കിലും അതിന്റെ എന്താണ് ഊസിങ് ഓഫ് വെള്ളം, വാട്ടർ, അപ്പം അതുണ്ടാവും നമ്മുടെ ഫൗണ്ടേഷൻസിൽ. അതുകൊണ്ട് നമ്മൾ പൈൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നതാണ്. ഒത്തിരി ഡീപ്പായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. സോ പൈൽസ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഷോർട്ട് ആൻസർ ചോദിക്കാം. പൈൽസിന്റെ ഡിഫറെന്റ് ക്ലാസ്സസ് വേണമെങ്കിൽ മറ്റേ വലിയ പാർട്ട് എയിൽ ചോദിക്കാം, പാർട്ട് ബിയിൽ ചോദിക്കാം. അതർവൈസ് പാർട്ട് എയിൽ വേണമെങ്കിൽ ഇത് ചോദിക്കാം. പൈൽ ഫൗണ്ടേഷൻസ് നമ്മൾ എവിടെയൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്? സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് when the load of the superstructure is very heavy. സൂപ്പർസ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള പോർഷൻ, അതാണ് സൂപ്പർ സ്ട്രക്ചർ. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സബ് സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. അപ്പൊ ഗ്രൗണ്ട് ലെവലിന് മുകളിൽ, അപ്പൊ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആംബിലിനി മൊത്തം. അപ്പൊ അവിടെ നിന്ന് വരുന്ന ലോഡാണ് നമ്മൾ താഴോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്നത് ഗ്രൗണ്ടിലോട്ട്. സോ when the load of the superstructure is heavy and uneven ആണെങ്കിൽ, then top soil has poor bearing capacity, then water table is very high, then if the structure is near to river bed or seashore, and if deep drainage lines exist near the foundations, ഈ കേസസിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യും. ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈൽസ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് പൈൽസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റീരിയൽസ് യൂസ്ഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച് നമുക്ക് പൈൽസിനെ ക്ലാസിഫൈ ചെയ്യാം. അതെന്ന് പറയുന്നത് വുഡൻ പൈൽ. വുഡൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ദെൻ കോൺക്രീറ്റ് പൈലിന് രണ്ട് ക്ലാസ്സസ് ഉണ്ട്. ഒന്ന് കാസ്റ്റ് ഇൻ സിറ്റു, ഈ വേർഡ്സ് എന്ന് ഓർത്തോണം, കാസ്റ്റ് ഇൻ സിറ്റു പൈൽ. ആൻഡ് സെക്കൻഡ് വൺ പ്രീകാസ്റ്റ് പൈൽസ്. അപ്പം വുഡൻ പൈൽ എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഓഫ് വുഡ്, കോൺക്രീറ്റ് പൈൽ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് ടു ക്ലാസ്സസ് ആർ ദെയർ. വൺ ഈസ് പ്രീകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പുറത്ത് വെച്ച് കാസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും. ആൻഡ് കാസ്റ്റ് ഇൻ സിറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ മോൾഡ് ഇറക്ട് ചെയ്യും. അത് കഴിഞ്ഞ് അതിൽ നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് അവിടെ തന്നെ സൈറ്റിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതാണ് കാസ്റ്റ് ഇൻ സിറ്റു എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്റ്റീൽ പൈലാണ്. സ്റ്റീൽ മെമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. പിന്നെ RCC, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ഈ കോൺക്രീറ്റിനകത്ത് നമ്മൾ കമ്പിയും കൂടെ യൂസ് ചെയ്ത്, യൂസിങ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് വി ആർ കോൺക്രീറ്റിംഗ്. അപ്പൊ അതിന് നമ്മൾ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയും. ദെൻ അടുത്തത് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. ഓൾറെഡി സ്ട്രെസ് ചെയ്ത് വെച്ച, ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രീ സ്ട്രെസ്സിങ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടെൻഡൻസ് ആർ പ്രൊവൈഡ് ആൻഡ് ദിസ് ഇസ് സ്ട്രെച്ച്. എന്നിട്ട് then compressive stress will be induced to the surrounding concrete at the earlier stage, at the construction stage itself. അപ്പോൾ already it is stressed, so it is used in the buildings. pre-stressed concrete pile, അതാണ് അടുത്തത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് പൈൽ എന്ന് പറഞ്ഞാൽ two or more materials യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പൈൽ ഉണ്ടാക്കുന്നതെങ്കിൽ, ഇപ്പൊ ചിലപ്പം സ്റ്റീൽ മെമ്പർ യൂസ് ചെയ്യും അതിന്റെ, അല്ലെങ്കിൽ വുഡനും സ്റ്റീലും കൂടെ യൂസ് ചെയ്യും, പിന്നെ അല്ലെങ്കിൽ സ്റ്റീലും കോൺക്രീറ്റും കൂടെ യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ രണ്ട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ 2-3 മെറ്റീരിയൽസ് നമ്മുടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ കോമ്പോസിറ്റ് പൈൽസ് എന്ന് പറയും. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ? സോ based on the materials used for piles, they are classified as wooden piles, concrete piles. Concrete in 2 classes are there: cast in situ and precast, and steel, RCC, pre-stressed concrete. ഇതെല്ലാം കോൺക്രീറ്റ് പൈൽ തന്നെയാണ് ഇതൊക്കെ. പിന്നെ അതിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ട് അതിന്റെ പ്രോപ്പർട്ടീസിൽ. പിന്നെ കോമ്പോസിറ്റ് പൈൽസ്.
if two or more materials are used for constructing a pile, it is called composite. അപ്പൊ ഇത്രയാണ് ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽസ് അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് based on the functions. Based on the functions of piles or uses of piles. So based on the uses or functions of piles, it is classified into end-bearing piles. End-bearing piles and friction piles. Friction piles. Compaction piles. Under-ringed piles. Under-ringed piles. So based on the function of pile, it is classified as end-bearing pile, friction pile, compaction pile, and under-ringed pile. End-bearing piles എന്ന് പറയുന്നത് through these piles, load transfer takes place through water or soft soil. അപ്പം സോഫ്റ്റ് സോയിലും അല്ലെങ്കിൽ വാട്ടറുമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റ, അങ്ങനെ ഒരു ലെയർ ആണെങ്കിൽ നമ്മൾ എൻഡ് ബെയറിംഗ് പൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പടം എടുക്കുന്നതിന് പടം കാണിച്ചു തരാം. എൻഡ് ബെയറിംഗ് പൈൽസ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇത് കണ്ടല്ല, എൻഡ് ബെയറിംഗ്. ഇപ്പൊ വലിയൊരു ഡീപ്പിലാണ് ഫൗണ്ടേഷൻ കൊടുക്കുന്നത്, നല്ല ഡെപ്ത് ഉണ്ട്. സോ ഇവിടെ എന്നിട്ട് ഇതിനടിയിൽ ഇത് കണ്ട എൻഡ് ബെയറിംഗ് പൈൽസ്. അപ്പൊ ഈ ഒരു ഹാർഡ് സ്ട്രാറ്റയിൽ കൊണ്ട് അതിനെ ടച്ച് ചെയ്ത് വിടും. അപ്പം ദിസ് ലോഡ് ഈസ് ട്രാൻസ്ഫേർഡ്. അപ്പൊ ഈ സോഫ്റ്റ് സോയിൽ കഴിഞ്ഞ് അവസാനം ഒരു ഹാർഡ് സ്ട്രാറ്റ അതിനകത്ത് കൊണ്ട് ടച്ച് ചെയ്ത് വിടും. സോ അതാണ് എൻഡ് ബെയറിംഗ് പൈൽസ് എന്ന് പറഞ്ഞത്. അപ്പൊ ത്രൂ ദാറ്റ് ടിപ്പ് ലോഡ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ ഹാർഡ് സ്ട്രാറ്റ. മനസ്സിലായ? അപ്പൊ അതാണ് എൻഡ് ബെയറിംഗ് പൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പടം വരച്ച് എഴുതണത് എൻഡ് ബെയറിംഗ് പൈൽസ്. ഇനി സെക്കൻഡ് ആണെന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ പൈൽസ്. ഫ്രിക്ഷൻ പൈൽസ് എന്ന് പറയുന്നത് if granular soil is there and if the depth of the hard strata is very large so that we cannot provide so deep foundation there. അപ്പൊ ഇത്രയും വലിയ ഡീപ്പായിട്ട് നമുക്കിവിടെ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഇവിടെ ഗ്രാനുലാർ സോയിലാണ്. അപ്പൊ നമുക്ക് ഫൗണ്ടേഷൻ ഏതെങ്കിലും രീതിയിൽ കൊടുത്തേ പറ്റൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഫ്രിക്ഷൻ പൈൽ എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രിക്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഈ സറൗണ്ടിങ് സോയിലിലെ ഫ്രിക്ഷനും, അതായത് ഈ ഇൻ ബിറ്റ്വീൻ, അതായത് ഈ സർഫസും സറൗണ്ടിങ് സോയിലിലെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ആ ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പൊ അതാണ് ഫ്രിക്ഷൻ പൈൽസ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞാൽ കോമ്പാക്ഷൻ പൈൽസ്. കോമ്പാക്ഷൻ പൈൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലൂസ് ഗ്രാനുലർ സോയിൽസ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൈൽ ട്യൂബ് ഈസ് ഡ്രിവൺ ഇൻ ടു ദ ഗ്രൗണ്ട് ടു കോമ്പാക്ട് ദ സോയിൽ വിച്ച് ഈസ് ഗ്രാജുവലി ടേക്കൺ ഔട്ട് and the sand is filled in its place. എന്ന് വെച്ചാൽ പടം കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ സോ നമ്മള് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് എൻഡ് ബെയറിംഗ് പൈൽസ് പഠിച്ചു. എൻഡ് ബെയറിംഗ് പൈൽസ് എന്ന് പറയുന്നത് ഹാർഡ് സ്ട്രാറ്റ ഒത്തിരി താഴെയാണ് ആൻഡ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ കൊടുക്കുകയാണ്. സോ അങ്ങനെയുള്ളതിൽ ഇവിടെ സോഫ്റ്റ് സോയിലാണ്, ഇവിടെ ഹാർഡ് സ്ട്രാറ്റയാണ്. അപ്പൊ നമ്മൾ പൈലിങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ട് ടിപ്പ് വഴി ലോഡ് ട്രാൻസ്ഫർ ചെയ്യും. സോ ദിസ് ഇസ് ഹാർഡ്. ഈ കേസിലാണ് എൻഡ് ബെയറിംഗ് പൈൽസ്. ഇനി ഫ്രിക്ഷൻ പൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഡീപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല ഫൗണ്ടേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രിക്ഷന്റെ ആ ഒരു പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. സറൗണ്ടിങ് ഗ്രാനുലാർ സോയിലാണ് യൂസ് ചെയ്യുന്നത്. സറൗണ്ടിങ് സോയിൽ തമ്മിലുള്ള ഫ്രിക്ഷൻ, സർഫസ് ഓഫ് ദ പൈൽ ഫ്രിക്ഷൻ യൂസ് ചെയ്തിട്ട് ഇതിവിടെ ലോഡ് ട്രാൻസ്ഫർ നടക്കും. ഇനി അടുത്തത് കോമ്പാക്ഷൻ പൈൽസ്. കോമ്പാക്ഷൻ പൈൽ എന്ന് പറയുമ്പം പൈൽ ട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പൈൽ ട്യൂബ് താഴോട്ട് അടിച്ചിട്ടല്ലേ അതിനകത്ത് നമ്മൾ മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്ത്
സാൻഡ് അതിനെ അങ്ങോട്ട് പുറത്തെടുത്തിട്ട് അതുപോലെ അതേ സമയത്ത് തന്നെ സാൻഡ് ഇതിനകത്ത് ഫില്ല് ചെയ്യും. അപ്പൊ ഇതുപോലെ കുറെ എണ്ണം ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും. ഒരുപാട് എണ്ണം ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അപ്പൊ ഇതിങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതാണ് എന്താ കോമ്പാക്ഷൻ പൈൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അണ്ടർ റീംഡ് പൈൽ. അതിന്റെ പടം കാണിച്ചുതരാം. അണ്ടർ റീംഡ് പൈൽ എന്ന് പറയുന്നത് ഇത് കണ്ട അണ്ടർ റീംഡ് പൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സോ ചിലപ്പോ ഈ എന്താണ് ഇൻ എക്സ്പാൻസീവ് സോയിൽ ലൈക്ക് ബ്ലാക്ക് കോട്ടൺ സോയിൽ, ഈ കണ്ടീഷനിലാണ് അണ്ടർ റീംഡ് പൈൽ യൂസ് ചെയ്യുന്നത്. ബിൽഡിംഗ്സ് ഓഫൻ ക്രാക്ക് ഡ്യൂ ടു ദ ഗ്രൗണ്ട് മൂവ്മെന്റ്സ് കോസ്ഡ് ബൈ ദ ഓൾട്ടർനേറ്റ് ഷ്രിങ്കിങ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദ സോയിൽ. ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറഞ്ഞാൽ എക്സ്പാൻസീവ് സോയിൽ, ആ കറുത്ത മണ്ണ്. അപ്പൊ അങ്ങനത്തെ സോയിൽ ആണെങ്കിൽ അത് ഒരുപാട് ഈ പശ പോലെ ഇരിക്കും. അതായത് എക്സ്പാൻഷനും സ്വെല്ലിങ്ങും ഒക്കെ ഷ്രിങ്കിങ്ങും ഒക്കെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് സോയിലാണ്. സോ അങ്ങനത്തെ സോയിലില് നമ്മൾ അണ്ടർ റീംഡ് പൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ അണ്ടർ റീംസ് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ബൾബ് ഷേപ്പിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും. ഒരു സ്ഥലത്തല്ല, ചിലപ്പോൾ 2-3 സ്ഥലത്ത് അതിങ്ങനെ ഡിസൈൻ ചെയ്താൽ മതി. 2-3 സ്ഥലത്ത് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഒന്നും ഈ ബിൽഡിങ്ങിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ദീസ് അണ്ടർ റീംസ് വിൽ ആക്ട്. ഓക്കെ, സോ ഈ ബെയറിംഗ് കപ്പാസിറ്റി നമുക്ക് അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സാധാരണ ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ പൈൽസ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പൈൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫ്രിക്ഷൻ പൈൽസ് അല്ലെങ്കിൽ പിന്നെ എന്താണ് എൻഡ് ബെയറിംഗ് പൈൽസ്. അപ്പൊ ആ കണ്ടീഷനിൽ അല്ലെങ്കിൽ സാൻഡ് റെയിൻസ്, നേരത്തെ പറഞ്ഞ സാൻഡ് ഫില്ല് ചെയ്യുന്ന കേസ്, അവിടെയൊക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും കറസ്പോണ്ടിങ് ചുറ്റുമുള്ള ലൂസ് സോയിലൊക്കെ ആണെങ്കിൽ അതിന്റെ ബെയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ആവും. അങ്ങനെയാണ് ഇത് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ആ സപ്പോർട്ട് അതില് നല്ല സ്റ്റേബിൾ ആയിട്ട് ആ സ്ട്രക്ചർ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പൈൽസ് ആണുള്ളത്. ഒന്ന് ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽസ് യൂസ്ഡ്, അത് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഇനി അത് ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻസ്. എൻഡ് ബെയറിംഗ് പൈൽസ് മറന്നു പോയത് ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. എൻഡ് ബെയറിംഗ് പൈൽസ് എന്ന് പറഞ്ഞത് ഒരു ഹാർഡ് സ്ട്രാറ്റ നമ്മൾ കാണുന്നത് വരെ അത് അതിന്റെ ടിപ്പിൽ കൂടെ അതിനെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യും. ഇനി അതാണ് എൻഡ് ബെയറിംഗ് പൈൽസ്. ആൻഡ് ഫ്രിക്ഷൻ പൈൽസ് എന്ന് പറഞ്ഞാൽ ത്രൂ ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദിസ് സർഫസ് ആൻഡ് സറൗണ്ടിങ് സോയിൽ, അത് വെച്ചിട്ടാണ് അത് ലോഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നടക്കുന്നത്. ഇനി കോമ്പാക്ഷൻ പൈൽസ് എന്ന് പറയുന്നത് ആ കോമ്പാക്ഷന്റെ ട്യൂബിനെ നമ്മൾ പുറത്തെടുത്തതിന് ശേഷം അവിടെ സാൻഡ് ഫില്ല് ചെയ്യും. ആൻഡ് അണ്ടർ റീംഡ് പൈൽ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ്പാൻസീവ് സോയിൽ ലൈക്ക് ബ്ലാക്ക് കോട്ടൺ സോയിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. സോ അണ്ടർ റീംസ് ആർ പ്രൊവൈഡഡ് അറ്റ് സച്ച് പ്ലേസസ്. അപ്പം ഇത് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഈ ബിൽഡിങ്ങിനെ ബാധിക്കാത്ത രീതിയിൽ ദിസ് വിൽ കീപ്. അപ്പോൾ ഇത്രയുമാണ് പൈൽസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പൈൽസിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ 3-4 വരച്ച് നിങ്ങൾ എഴുതണം. എല്ലാത്തിനും പടം വരച്ചു തന്നതാണ്, അപ്പൊ അതുപോലെ വരച്ചെഴുതണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പിയർ ഫൗണ്ടേഷൻ. പിയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ used when the hard strata are available at reasonable depth and load to be transmitted is large. Pier foundation എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ബ്രിഡ്ജസ്, അതല്ലെങ്കിൽ വലിയ ടവർ, വലിയ ഡാം അല്ലല്ല ബ്രിഡ്ജ്, നമ്മൾ ഈ റോഡിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന എലിവേറ്റഡ് ഹൈവേ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആണ് പിയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. യൂസ്ഡ് വെൻ ദ ഹാർഡ് സ്ട്രാറ്റ ആർ അവൈലബിൾ അറ്റ് റീസണബിൾ ഡെപ്ത് ആൻഡ് ദ ലോഡ് ടു ബി ട്രാൻസ്മിറ്റഡ് ഇസ് ലാർജ്. Then it may be a huge cylindrical masonry or hollow vertical shaft filled with inert material. നമ്മൾ വലിയൊരു സ്ട്രക്ചർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് മേസൺറി സ്ട്രക്ചർ ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ആയിരിക്കും, അതല്ലെങ്കിൽ അത് ഏതെങ്കിലും ഇനേർട്ട് മെറ്റീരിയൽസ് ഫില്ല് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ അതാണ് വലിയ ഫൗണ്ടേഷൻ, പിയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫൗണ്ടേഷൻ ഓഫ് ബ്രിഡ്ജസ് ആൻഡ് ടവേഴ്സ് എക്സെട്ര. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് വെൽ ഫൗണ്ടേഷൻ. വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ബ്രിഡ്ജസ് ആൻഡ് അതർ വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സിലാണ് വെൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. സോ ബിൽറ്റ് ദ ഗ്രൗണ്ട് ലെവൽ. അപ്പൊ ആദ്യം ഈ വെൽ ആദ്യം ഉണ്ടാക്കും, എന്നിട്ട് അതിനെ നമ്മൾ റിക്വയർഡ് ഡെപ്ത് അതിന് ഡിസൈൻ ചെയ്തിട്ട് അതിനെ നമ്മൾ അതിനകത്ത് എന്താണ് ഗ്രൗണ്ടിൽ നമ്മൾ
ഒരു എന്താണ് ഫൗണ്ടേഷൻ ട്രെഞ്ച് ഉണ്ടാക്കിയിട്ട് അതിനെ പ്ലേസ് ചെയ്യും ഈ വെല്ലിനെ. അത് കഴിഞ്ഞ് അതിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തതിനു ശേഷം അതിന്റെ പുറത്താണ് നമ്മൾ അതിന്റെ പിയർ ഫൗണ്ടേഷൻ വയ്ക്കുന്നത്. അതിന്റെ പുറത്താണ് അബട്ട്മെന്റ് അല്ലെങ്കിൽ പിയർ വയ്ക്കുന്നത്. വിൽ ബി റെസ്റ്റിംഗ് ഓൺ ടു ടോപ്പ് ഓഫ് ദ വെൽ ഫൗണ്ടേഷൻ. ദ ബോട്ടം ഈസ് പ്ലഗ്ഡ് വിത്ത് കോൺക്രീറ്റ്. അപ്പൊ ഇതിന്റെ ഏറ്റവും ബോട്ടം എന്ന് പറയുന്നത് ഈ വെള്ളമായിട്ട് ടച്ച് ചെയ്യുന്ന പോർഷൻ, അതെല്ലാം കോൺക്രീറ്റ് യൂസ് ചെയ്ത് നന്നായിട്ട് പ്ലഗ് ചെയ്ത് വെക്കും. ഹോളോ പോർഷൻ ഇസ് ഫിൽഡ് വിത്ത് സാൻഡ് ഓർ അതർ ഇനേർട്ട് മെറ്റീരിയൽ. ഇതാണ് വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഇത്രയും മാത്രമേ നമ്മൾ പൈൽസിന് പഠിക്കുന്നുള്ളൂ. ഒന്ന് ഡീപ്പ് ഫൗണ്ടേഷൻ പഠിക്കുന്നുള്ളൂ. ഡീപ്പ് ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ, പിയർ ഫൗണ്ടേഷൻ ആൻഡ് വെൽ ഫൗണ്ടേഷൻ. വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ യൂസ്ഡ് ഫോർ വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ്. പിയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഹെവി ലോഡഡ് കണ്ടീഷൻ അല്ലെ നമ്മൾ യൂസ് ചെയ്യും. ദെൻ പൈൽസ് എന്ന് പറയുന്നത് യൂഷ്വലി കുറെ കണ്ടീഷൻസിലാണ്. നമ്മൾ എവിടെയാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ച ഏതൊക്കെ കണ്ടീഷനിലാണെന്നുള്ളത്. ഓക്കെ, ഇതാണ് അതിന്റെ കുറച്ച് ഫിഗറൊക്കെ കാണിച്ചേക്കുന്നത്. ഇനി ഒരു ചെറിയ ടോപ്പിക് കൂടെ അതിനകത്ത് ബാക്കിയുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ്? ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ലോഡ് ബെയറിംഗ്. എന്നിട്ട് ഞാനിവിടെ ഒരു പടം വരച്ചിട്ടുണ്ട്, ഉണ്ടല്ലോ ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ പറയുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോഡ് എന്ന് പറയുന്നത് മുകളിൽ വരുന്ന ലോഡ് ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ ദീസ് വാൾസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പ്ലിന്ത് വഴി ഫൗണ്ടേഷനിലോട്ട് പോകും. അതാണ് ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നേരെ മറിച്ച് മറ്റേതാണെങ്കിൽ ഇത് കണ്ട ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ ദിസ് സ്ട്രക്ചർ ഈസ് ബിൽറ്റ് ഓൺ ദീസ് horizontal beams, ഇതുണ്ട് horizontal beams and these vertical columns. നിഖിൽ എവിടെ പോയിരുന്നു? നിഖിൽ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരുന്നു. എന്തോ കേറാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അടുത്ത ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതാണ് ത്രൂ ദീസ് കോളംസ് ആൻഡ് ബീംസ്. അപ്പൊ നമ്മൾ വലിയ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് കണ്ടിട്ടുണ്ടാവും. അത് നമ്മൾ കാണുന്നത് ഈ കോളംസും ഫ്രെയിംസും മാത്രമേ കാണുള്ളൂ. ഇതുവഴിയാണ് ഈ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിന് ഇടയ്ക്ക് വരുന്ന വാൾസ് ഉണ്ടല്ലോ, ആ വാൾസിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ആ വാൾസ് അവിടെ ഇല്ലെങ്കിലും ആ ബിൽഡിംഗ് അവിടെ സേഫ് ആയിട്ട് നിൽക്കും. പക്ഷെ നേരത്തെ പറഞ്ഞ ആ കേസിലാണെങ്കിൽ ഇത് ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇതിന്റെ വാൾസും ഒരു പാർട്ടാണ്, ലോഡ് ക്യാരിയിങ് മെമ്പറാണ് ഇതിന്റെ വാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പഠിക്കുന്നത്. ദ വാൾസ് ഓഫ് ദ ബിൽഡിംഗ് ക്യാരി ദ ലോഡ്സ് ഫ്രം റൂഫ് ആൻഡ് ദീസ് ലോഡ്സ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ വാൾസ് ടു ദ ഫൗണ്ടേഷൻ. എന്ന് വെച്ചാൽ ദ വാൾസ് ഓഫ് ദ ബിൽഡിംഗ് ക്യാരി ദ ലോഡ്സ് ഫ്രം റൂഫ്. റൂഫിൽ നിന്ന് വരുന്ന ലോഡ് എന്ന് പറയുന്നത് ത്രൂ ദീസ് വാൾസ് ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ ഗ്രൗണ്ട്. ഓക്കെ, ഈ വാൾസ് വഴിയാണ് പോകുന്നത്. അടുത്ത യൂഷ്വലി ബിൽറ്റ് ഇൻ മേസൺറി but may be of RCC structures too. റെയർ ഒക്കേഷൻസിൽ അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ് ഹാവ് ലിമിറ്റേഷൻസ് ടു റെസിസ്റ്റ് എർത്ത്. അത് പെട്ടെന്ന് പൊട്ടി വീഴാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതിന്റെ ഫൗണ്ടേഷൻ ഒന്നും അത്ര വലിയ സേഫ് ഒന്നുമല്ല. സോ എർത്ത് റെസിസ്റ്റന്റ് അല്ല. ദ വാൾസ് ക്യാരി ദ ലോഡ്സ് അപ്പാർട്ട് ഫ്രം പ്രൊവൈഡിങ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. എന്ന് വെച്ചാൽ ഈ വാൾസിന് നമ്മൾ സാധാരണ വാൾസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പ്രൈവസി അല്ലെങ്കിൽ സെക്യൂരിറ്റി, ആരും ഇടിച്ച് അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ വാൾസ് പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് ഓൾസോ എ ലോഡ് ക്യാരിയിങ് മെമ്പർ. അപ്പൊ രണ്ടും ഇത് വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ ദ കേസ് ഓഫ് ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, വാൾസ് ക്യാരി ദ ലോഡ്സ് ഫ്രം ദ സൂപ്പർ സ്ട്രക്ചർ ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ആസ് ലോഡ് bearing components, it is necessary to construct wall over wall. So we cannot change the location of the wall. ഇതിനകത്തൊരു പ്രത്യേകതയുള്ള എന്താന്ന് വെച്ചാൽ ആസ് ഇറ്റ് ഈസ് ലോഡ് ബെയറിംഗ് കമ്പണന്റ്, ഇത് ഈ വാൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോഡ് ക്യാരിയിങ് മെമ്പർ. അപ്പം ഇതിന് മുകളിൽ നമ്മൾ ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ഈ വാളിന് തൊട്ട് മുകളിൽ മാത്രമേ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ലോഡ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ത്രൂ ദീസ് വാൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ ചെയ്യുവാണെങ്കിൽ ഇവിടുത്തെ വാൾ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് നെസസറി ടു കൺസ്ട്രക്ട് വാൾ ഓവർ വാൾ. സോ വി കനോട്ട് ചേഞ്ച് ദ ലൊക്കേഷൻ ഓഫ് ദ വാൾ. ഇനി മറ്റേതിലാണെങ്കിലോ അതിന്റെ വ്യത്യാസം പറഞ്ഞുതരാം. ഇതിലാണെങ്കിൽ എ ഫ്രെയിം വർക്ക് ഓർ സ്കെലിട്ടൺ ഓഫ് ബീംസ് ആൻഡ് കോളംസ് ഈസ് യൂസ് ടു ക്യാരി ദ ലോഡ്സ് ടു ദ ഫൗണ്ടേഷൻ. നിങ്ങൾക്ക് പറയാം. സോ
So this framework is usually of steel or RCC. സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കാം, RCC കൊണ്ട് ഉണ്ടാക്കാം. ഓക്കെ, മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് ഉണ്ടാക്കുമ്പോൾ പോയി നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും സ്റ്റീൽ കൊണ്ട്, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വലിയ ഐ സെക്ഷൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ മാർക്കറ്റ് ഫോംസ് ഓഫ് സ്റ്റീൽ പഠിച്ചല്ലോ, കുറേ ടൈപ്പ് ഓഫ് സ്റ്റീൽ മെമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി RCC വേണമെങ്കിലും യൂസ് ചെയ്യാം. രണ്ടും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫ്രെയിം സ്ട്രക്ചർ ഇസ് മോർ റെസിസ്റ്റന്റ് ടു എർത്ത്. The walls are thinner and the carpet area available may be more. It is flexible in design and we can change the location of the wall. ഇതാണ് അവസാനം പറഞ്ഞത്. മറ്റേതില് we can change the location of the wall. നമ്മളൊരിപ്പം ഒരു ഫ്ലാറ്റ് മേടിക്കുകയാണ്, അപ്പൊ നമുക്ക് ഇത് മാത്രമേ അവിടെ കാണുള്ളൂ. എന്താണ് ഈ ബീംസും കോളംസും പിന്നെ നമ്മുടെ ഫ്ലോറും കാണും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ രീതിയിൽ ഇതിന്റെ അകത്ത് വാൾസിനെ കൺസ്ട്രക്ട് ചെയ്ത് നമ്മുടെ റൂമിന് ചിലപ്പം അവർ ഉദ്ദേശിക്കുന്ന വലിപ്പമല്ല, നമുക്ക് വേറൊരു സൈസിലാണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ മറ്റേ കേസിലാണെങ്കിൽ വി കനോട്ട് ചേഞ്ച് ദ ലൊക്കേഷൻ ഓഫ് ദ വാൾ. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ലോഡ് ഈസ് ട്രാൻസ്ഫേർഡ് നോട്ട് ത്രൂ ദീസ് വാൾസ് ബട്ട് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ ദീസ് കോളംസ് ആൻഡ് ബീംസ്. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇത്രയാണ് പഠിച്ചത്. അപ്പൊ ഇതെല്ലാം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തേർഡ് മോഡ്യൂളിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഫൗണ്ടേഷൻസ് നിങ്ങൾ ഇന്ന് തന്നെ വരച്ച് കംപ്ലീറ്റ് ചെയ്തോണം, വരച്ച് പഠിച്ചോണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ബ്രിക്ക് മേസൺറി. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബ്രിക്ക് മേസൺറി. ബ്രിക്ക് മേസൺറിയിൽ കുറച്ച് മാത്രമേ പഠിപ്പിക്കുള്ളൂ, 2-3 സ്ലൈഡ് മാത്രമേ പറയുള്ളൂ. സോ ബ്രിക്ക് മേസൺറി ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ബ്രിക്ക് യൂണിറ്റ്സ് ബോണ്ടഡ് ടുഗദർ വിത്ത് മോർട്ടാർ. ഓക്കെ, അടുത്തത് മോട്ടാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമെന്റ് മോട്ടാർ എന്ന് പറയുന്നത്. മോട്ടാർ എന്ന് സിമെന്റ് മോട്ടാർ അല്ല, ഏത് മോട്ടാർ വേണമെങ്കിലും മഡ് മോട്ടാർ യൂസ് ചെയ്യാം, ലൈം മോട്ടാർ യൂസ് ചെയ്യാം. സിമെന്റും എ മിക്സർ ഓഫ് സിമെന്റ്, സാൻഡ് ആൻഡ് വാട്ടർ. So this mortar is used to join the brick units. Join the brick units in brick masonry. അടുത്തത് മോട്ടാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് എ ബൈൻഡർ. ബൈൻഡർ എന്ന് പറയുന്നതാണ് ആ സിമെന്റ്, അതല്ലെങ്കിൽ ലൈം യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ചെളി ക്ലേ യൂസ് ചെയ്യാം. ബൈൻഡർ മെറ്റീരിയൽ, ബൈൻഡിങ് മെറ്റീരിയൽ ആണ്, വിത്ത് സാൻഡ് ആൻഡ് വാട്ടർ. അടുത്തത് വേർ ദ ലോഡ്സ് ആർ നോട്ട് ഹെവി മഡ് മോട്ടാർ ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. അടുത്തത് ഇനി ഇതിനകത്ത് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എ ബ്രിക്ക്, ഈ മേസൺറി പഠിക്കുമ്പോൾ കുറെ ടേംസ് പഠിക്കാനുണ്ട്. ഒന്ന് സ്ട്രക്ചർ, എ ബ്രിക്ക് ലേഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വാൾ, അതിനെ നമ്മൾ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഇതുകൊണ്ടല്ല, ഇതാണ് ഒരു ബ്രിക്ക് എന്ന് പറയുന്നത്. ഈ ബ്രിക്കില് ഇത് ലെങ്ത്. അപ്പൊ ഈ വരച്ചേക്കുന്ന ഇത് കണ്ടല്ല, ഇത് ഈ ഒരു ലൈൻ, ഈ ലൈനിൽ ഇതാണ് സ്ട്രക്ചർ കോഴ്സ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ കോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു COURS കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ, ഒറ്റ ഒരു ലൈനിൽ ആ ഒരേ ലെവലിൽ വരുന്ന ആ ഒരു എന്താണ് ആ ഒരു ലെയർ ഓഫ് ബ്രിക്സ്, അതിനെയാണ് നമ്മൾ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ സ്ട്രക്ചർ കോഴ്സ് എന്ന് പറഞ്ഞാൽ ദ കോഴ്സ് കണ്ടെയ്നിങ് ഓൺലി സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പുറത്ത് നോക്കുമ്പോൾ, എലിവേഷനിൽ നോക്കുമ്പോൾ വി ക്യാൻ സീ ദ സ്ട്രക്ചർ ഫേസ്. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഉണ്ടല്ല, ഈ ലെങ്ത് വൈസ് ഉള്ള ഈ ലോഞ്ചിറ്റ്യൂഡൽ ഫേസിനെയാണ് നമ്മൾ സ്ട്രക്ചർ ഫേസ് എന്ന് പറയുന്നത്. ഇനി മറ്റേതിനെ, ഈ ഒരു ബ്രെഡ്ത്ത് വൈസ് ഉള്ളതിനെ ഹെഡർ എന്ന് പറയും. ഹെഡർ ഫേസ് എന്ന് പറയും. അപ്പൊ ഇതാണ് ഹെഡർ എന്ന് പറയുന്നത്. ഇതുണ്ടല്ല ഹെഡർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് തിരിച്ചങ്ങോട്ടാണ് നമ്മൾ ബ്രിക്ക് വയ്ക്കുന്നത്. അതാണ് ഹെഡർ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സ്ട്രക്ചർ കോഴ്സ്, ഇത് ഹെഡർ കോഴ്സ്. ഇനി വേറൊരു ടേം എന്ന് പറഞ്ഞാൽ ക്ലോസർ എന്ന് പറയുന്നത്, ഇതിപ്പോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിക്കോണേ, ഇവിടുത്തെ ഈ സ്ട്രക്ചർ കോഴ്സിന്റെ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ഞാൻ വരച്ച് കാണിച്ചത്. ഇതാണ് ഈ ലൈൻ എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇതാണ് ലൈൻ. അടുത്ത സ്ട്രക്ചറിന്റെ ലൈൻ ഇതാണ്. ഇനി അടുത്ത സ്ട്രക്ചറിന്റെ ലൈൻ ഇതാണ്. സോറി, ഹെഡറിന്റെ ആണ് ഞാൻ ഇപ്പൊ വരച്ചത്. അടുത്ത ഈ സ്ട്രക്ചറിന്റെ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും ബ്രിക്ക് മേസൺറി ഉണ്ടാക്കേണ്ടത്. വെച്ച് ദീസ് വെർട്ടിക്കൽ ജോയിന്റ്സ് ഷുഡ് ബി സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒറ്റ ഒരു ലൈനിൽ വരരുത്. അതായത് ഈ ഹെഡറിന്റെ ലൈൻ, ഈ വെർട്ടിക്കൽ ജോയിന്റ്സും സ്ട്രക്ചറിന്റെ വെർട്ടിക്കൽ ജോയിന്റ്സ് ഒരിക്കലും ഒറ്റ ഒരു വെർട്ടിക്കൽ ലൈനിൽ വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഇതൊരു വീക്ക് പോയിന്റ് ആണ് അല്ലെ, ഈ ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് പോയിന്റ് ആണ്.
സോ എല്ലാ വീക്ക് ജോയിന്റ്സും കൂടെ ഒറ്റ ലൈനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോഡ് മുകളിൽ നിന്ന് കൊടുക്കുമ്പോൾ അത് ഇവിടെ വെച്ച് തന്നെ അതിങ്ങനെ പൊട്ടി മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ അപ്പൊ അതിന് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അതിന് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സ്ട്രെച്ചർ വെച്ചല്ലോ, സ്ട്രെച്ചർ അടുത്തത് ഇനി ഒരു ഹെഡർ വെച്ചിട്ട് വീണ്ടും ഒരു ഹെഡർ കോഴ്സ് ആണ് ഇതിന് മുകളിൽ വരുന്നതെങ്കിൽ ഇവരൊരു ഹെഡർ വെച്ചാൽ നമ്മുടെ ജോയിന്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വരും, കണ്ടല്ല. അതുപോലെ തന്നെ അടുത്ത ഹെഡർ ഇങ്ങനെ വരും, അടുത്ത നമ്മുടെ ജോയിന്റ് ഇങ്ങനെ വരും. ഞാൻ ഈ പച്ചയിൽ വരച്ചേക്കുന്നതാണ് ഇങ്ങനെ വരുമായിരുന്നു. പക്ഷെ അതിനെ നമ്മൾ മാറ്റാൻ വേണ്ടി, അതിനെ മാറ്റി വേറൊരു ലൈനിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ചെറിയൊരു പീസ് ഓഫ് ബ്രിക്ക് ഈസ് പ്രൊവൈഡഡ് നിയർ ടു ദ ഹെഡർ, ഫസ്റ്റ് ഹെഡർ. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ വെർട്ടിക്കൽ ജോയിന്റ്സ് അങ്ങോട്ട് മാറും. ഇത് കണ്ടല്ലോ. ഇനി ഇവിടെ നോക്ക്, ഈ ഇതിൽ നോക്കുമ്പോൾ ആദ്യം ഒരു ഹെഡർ വെച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പീസ് വെച്ചു. ഇതിനെയാണ് നമ്മൾ ക്ലോസർ എന്ന് പറയുന്നത്, ക്ലോസർ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഹെഡർ വെക്കുമ്പോഴേക്കും ആ വെർട്ടിക്കൽ ജോയിന്റ് അങ്ങ് സ്റ്റാഗർ ആയിപ്പോയി. ഇതുകൊണ്ട് ഇവിടെയാണ് ഒരു വെർട്ടിക്കൽ ജോയിന്റ് സ്ട്രെച്ചറിന്റെ, പക്ഷെ മറ്റത് ഇവിടെ ആയി. പിന്നെ ഒരിക്കലും ഒരിടത്ത് അങ്ങോട്ട് ഒരേ ലൈനിൽ വരത്തില്ല. അപ്പൊ അതങ്ങോട്ട് മാറ്റാൻ വേണ്ടി, അതിനെ അങ്ങോട്ട് തള്ളി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു ക്ലോസർ എന്ന് പറഞ്ഞൊരു സാധനം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മേസൺസ് ചെയ്യുമ്പോൾ ചെന്ന് നോക്കിക്കൊണ്ടുവന്ന് നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ. ഓക്കെ, അപ്പൊ അതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എ ബ്രിക്ക് ലെയ്ഡ് വിത്ത് ലെങ്ത് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വാൾ ആൻഡ് ദ കോഴ്സ് കണ്ടെയ്നിങ് ദ സ്ട്രക്ചർ കോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെയർ ഓഫ് ബ്രിക്സ്, ആ ഒരു ലൈനിൽ വരുന്ന എല്ലാ ബ്രിക്സും. ദെൻ ഹെഡർ, എ ബ്രിക്ക് ലെയ്ഡ് വിത്ത് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വാൾ. നമ്മുടെ വാൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതാണ് ആ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇത് സ്ട്രക്ചറും തിരിച്ചിങ്ങനെ വെക്കുകയാണെങ്കിൽ അത് ഹെഡർ. ഇനി ക്ലോസർ, എ പീസ് ഓഫ് ബ്രിക്ക് വിച്ച് ഈസ് യൂസ്ഡ് ടു ക്ലോസ് അപ്പ് ദ ബോണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ബ്രിക്ക് കോഴ്സ്. It helps in preventing the joints of successive courses to come in a vertical line. ഒരു വെർട്ടിക്കൽ ലൈനിൽ ആ ജോയിന്റ്സ് വരാതിരിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു ചെറിയ പീസ് ഓഫ് മെറ്റീരിയൽ ഈസ് കോൾഡ് ക്ലോസർ. ഓക്കെ, അപ്പൊ ഇത് 3 കാര്യങ്ങളെ നമ്മളിന്ന് പഠിച്ചുള്ളൂ. അതൊന്ന് ഓർമ്മിച്ചോണം. ഇനി ബാക്കിയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഹലോ, ഓക്കെ പോയെന്ന്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇന്ന് ഉച്ചശേഷം നിങ്ങളുടെ ലാബ് മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ അറിയിക്കാം കേട്ടാ. എന്തായാലും ഉണ്ടാവും, ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ അറിയിക്കുള്ളൂ കേട്ടല്ല. എന്നാ ശരി, ലീവ് ചെയ്തോ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. ഓക്കെ.